മടവൂർ CM സെന്ററിൽ 8ാം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കൊല്ലപ്പെട്ട അബ്ദുൾ മാജിദിന്റെ ബന്ധുക്കൾ. കൊല്ലപ്പെടുന്നതിന്റെ തലേദിവസം മാജിദ് വീട്ടിലേക്ക് വിളിച്ച് തനിക്ക് CM സെന്ററിൽ തുടർന്ന് പഠിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചിരുന്നതായും ബുദ്ധിമുട്ടുകൾ മുമ്പേ അറിയിച്ചിട്ടും സ്ഥാപന മേധാവികൾ നടപടിയെടുത്തില്ലെന്നും ബന്ധുക്കൾ ന്യൂസ് 18നോട് പറഞ്ഞു. കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ അധീനതയിലുള്ള CM സെന്ററിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കൊല്ലപ്പെട്ട അബ്ദുൾ മാജിദിന്റെ ബന്ധുക്കൾ രംഗത്ത്. കൊല്ലപ്പെടുന്നതിന് തലേദിവസം ഉമ്മയെ വിളിച്ച മാജിദ് CM സെന്ററിൽ തുടർന്നു പഠിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചിരുന്നു. ഞായറാഴ്ച ബന്ധുക്കൾ മടവൂരിലെത്തി കുട്ടിയെ തിരിച്ചു നാട്ടിലേക്ക് കൊണ്ടുപോകാനിരിക്കെ അതിദാരുണമായി മാജിദ് കൊല്ലപ്പെട്ടു. ഇപ്പോൾ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ജീവിക്കേണ്ട ഒരു സുരക്ഷിതത്വം ആ സ്ഥാപനത്തിനില്ല. അവിടെ ഒരു 1.5 മീറ്റർ മാത്രമേ റോഡിൽ നിന്ന് ഇതിന്റെ മുറ്റത്തേക്കുള്ളൂ. ആർക്കും ഏത് സമയത്തും കയറി ചെല്ലാവുന്ന വിധം അവിടെയുള്ള ഒരു സുരക്ഷിത മതിലോ ഒരു വാച്ച്മാനോ ഒരു സംവിധാനവും ഇല്ല. 7 മണിക്ക് കുത്തേറ്റ കുട്ടിയെ 9 മണിവരെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്നും സംഭവം മറച്ചുവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. 7:30 മണിക്ക് ശേഷം നടന്ന ഒരു അത്യാഹിതം 9 മണിക്ക് ശേഷമാണ് കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത്. അതുവരെ കുട്ടി അവിടെ നിപ്പിച്ച് അതിന്റെ അധികാരികളൊക്കെ വന്ന് അവർ ചില ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതിന് പകരം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിയത്. സുന്നി AP വിഭാഗത്തിന്റെ CM സെന്ററിൽ മുമ്പും പ്രകൃതിവിരുദ്ധ പീഡന ശ്രമങ്ങൾ നടന്നിരുന്നു. ഇതൊക്കെ മൂടിവെക്കപ്പെടുകയാണ്. തലേദിവസം തന്നെ മാജിദ് പരാതിപ്പെട്ടിട്ടും സെന്ററിന്റെ ചുമതലക്കാർ ശ്രദ്ധിച്ചില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ഇത് ഈ പ്രതിയിലേക്കാണ് ഉപരി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ നിരുത്തരവാദിത്തമാണ് ഈ മരണത്തിന് കാരണം. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇതിലുണ്ട്. ഒരു പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലുള്ള ഒരു സൗകര്യങ്ങൾ അവിടെ ഇല്ല. കുട്ടികൾ പോകുന്നത് പുറത്തേക്കുള്ള പ്രൈവറ്റ് ഇതിലാണ് പോകുന്നത്. യാതൊരു സുരക്ഷിതത്വം അവിടെ ഇല്ല. അതേസമയം കേസിലെ പ്രതി കുറ്റം സമ്മതിച്ചുവെന്നും ഇയാൾ ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. പ്രതി മാനസിക വിഭ്രാന്തിയുള്ളയാളാണെന്ന് ആദ്യഘട്ടത്തിൽ പ്രചാരണങ്ങളുണ്ടായിരുന്നുവെങ്കിലും പോലീസ് റിപ്പോർട്ടിൽ ഈ പരാമർശമില്ല. അനൂപ് ദാസ്, ന്യൂസ് 18 കോഴിക്കോട്.